അതുപോലെ പൈനാപ്പിളും മുന്തിരിയും ആപ്പിളും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വാനില സോസൊക്കെ ഒഴിച്ച് നല്ല രസ്യനൊരു ഫ്രൂട്ട് സലാഡ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴും കഴിച്ചിട്ടുണ്ടാവും. ഒരു 10-30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഏത് പരിപാടിക്ക് ചെന്നാലും കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഈ ഫ്രൂട്ട് സലാഡ്. അപ്പം ഞാനതൊന്ന് ഉണ്ടാക്കുകയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക, ഇതുണ്ടാക്കി നോക്കുക. ഞാനിവിടെ ഒരു കൊല മുന്തിരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അതുപോലെ ആപ്പിളും കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിളും നമ്മൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞ് അതും ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ മുറിച്ചെടുക്കുകയാണ്. പോംഗ്രാനൈറ്റിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് നമുക്കതിൻ്റെ ഫ്രൂട്ട്സ് അടർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു പാഷൻ ഫ്രൂട്ടും കൂടെ ഇവിടെ എടുക്കുന്നുണ്ട്. അതും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ഓറഞ്ചും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഓറഞ്ച് ചേർക്കുകയാണെങ്കിൽ അത് ആ ദിവസം തന്നെ കഴിച്ച് തീർക്കണം. പിറ്റേ ദിവസത്തേക്ക് വെച്ചിരുന്നാൽ അതിനൊരു കയ്പ്പ് വരും. അതുകൊണ്ട് അത് ഓറഞ്ച് ചേർക്കുമ്പോഴത്തേക്കും അത് അന്ന് തന്നെ കഴിച്ച് തീർക്കാനാണെങ്കിൽ ഓറഞ്ച് ചേർക്കാവുള്ളൂ. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതുപോലെ ഒരു സ്പൂണ്, അതായത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര ചേർക്കാതെയും വാനില എസൻസ് മാത്രം ചേർത്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിനെ മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. വാനില സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാല്, 2 മുട്ടയുടെ ഉണ്ണി, 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, 1 നുള്ളുപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. നമ്മൾ ഇതിനകത്ത് ഒരു 400 ml പാൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുകയാണ്. ബാക്കി പാലിനകത്ത് ഞാൻ മുട്ടയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കലക്കി അതിനകത്തോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര, ഉപ്പ്, കോൺ സ്റ്റാർച്ച് ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ വാനില എസൻസും കൂടി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ്. പാലിപ്പോൾ തിളച്ച് തുടങ്ങി. നമുക്കതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തുടർച്ചയായിട്ട്. കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കുറുകി വന്നു. ഇനി ഞാനിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. ഇതൊരു റൂം ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കും. അങ്ങനെ ഇതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ
ഒരു കുപ്പിക്കകത്തോട്ട് കുറച്ചാക്കി നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാനായിട്ട് അത് കുപ്പിക്കകത്താക്കി അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി സോസും കൂടെ ഒഴിച്ച് നമുക്ക് ജോലിക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇടയ്ക്കുള്ള നമ്മുടെ വിശപ്പൊക്കെ അകറ്റാൻ നല്ല വിറ്റാമിൻ ഒക്കെ ഉള്ള ഒരു ഇടക്കാല ആശ്വാസമാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കി നമുക്കിത് വെച്ചിരുന്നാൽ നമുക്ക് ജോലിക്ക് കൊണ്ടുപോയി കഴിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ കുപ്പിക്കകത്തുള്ള ഫ്രൂട്ട് സലാഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു രീതി ചെയ്യാൻ പറ്റുന്നത് ഈ സോസ് ഫ്രൂട്ട് സലാഡിനകത്തോട്ട് നമ്മളിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.